Hi guys, welcome back to the channel Smart Tree with the Swing. Please do like, subscribe and share to your friends. In this video we are doing ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ് 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് ഫാദേഴ്സ് നെയിം കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മാതാവിൻ്റെ പേര് മദേഴ്സ് നെയിം പുത്ലിബായ്. ഗാന്ധിജിയുടെ മാതാവായ പുത്ലിബായ് കരംചന്ദ് ഗാന്ധിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു? Gandhi's mother was fourth wife of his father. ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണ്? ഫുൾ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പലചരക്ക് വ്യാപാരി. ദാറ്റ് ഈസ് ഹിസ് ഫാമിലി നെയിം. മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേര് ഗ്രാൻഡ് ഫാദേഴ്സ് നെയിം ഉത്തം ചന്ദ് ഗാന്ധി. ഉത്തം ചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി വാട്ട് ഇസ് ദ പൊസിഷൻ? പോർബന്ദറിലെ ദിവാൻ. ഗാന്ധിജിയുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയിൽ അവശേഷിച്ചുള്ള മുദ്ര എന്തായിരുന്നു? അവരുടെ ആത്മവിശുദ്ധി. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേരെന്തായിരുന്നു? മോനിയ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത്? വിച്ച് ഹി ഡസ് നോട്ട് ലൈക്ക് സബ്ജക്ട്? കണക്ക്, മാത്സ്. ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആരാണ്? ഗൈൽസ് എഴുതാൻ നൽകിയ 5 വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ചത് എഴുതിയ പദം ഏത്? കെറ്റിൽ. വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിഴലിച്ചിരുന്ന പ്രധാന ഭാവം ലജ്ജ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏത് വർഷം? 1925. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകങ്ങൾ ശ്രാവണ പിതൃഭക്തി, ഹരിശ്ചന്ദ്ര. നിനക്ക് പകർത്താവുന്ന ഒരു മാതൃകയാത് എന്ന് ഗാന്ധിജി തന്നോട് തന്നെ പറഞ്ഞപ്പോൾ ശ്രാവണ പിതൃഭക്തി എന്ന നാടകം വായിക്കുകയും അതേ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം അന്ധരായ മാതാപിതാക്കളെ തീർത്ഥാടനത്തിൽ തോളിൽ വഹിച്ചുകൊണ്ട് പോകുന്നത് കാണുകയും ചെയ്ത അവസരത്തിൽ പറഞ്ഞത്. താൻ ശകാരിക്കപ്പെടുകയോ ശകാര അർഹനായി അധ്യാപകനെ തോന്നുകയോ ചെയ്യുന്നത് ഗാന്ധിജിക്ക് അസഹ്യമായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കാണാനിടയായ നാടകത്തിലെ ഏത് കഥാപാത്രമാണ് ഗാന്ധിജിയെ ആകർഷിച്ചിട്ടുള്ളത്? ആ കഥാപാത്രത്തെ ഗാന്ധിജി അനേക തവണ സ്വയം അഭിനയിക്കുകയും ചെയ്തു. ഏത് കഥാപാത്രത്തെയാണ്? ഹരിശ്ചന്ദ്രൻ. ഹരിശ്ചന്ദ്രൻ എന്ന നാടകം കണ്ട ശേഷം രാപ്പകലില്ലാതെ ഗാന്ധിജി അദ്ദേഹത്തോട് തന്നെ സ്വയം ചോദിച്ചതെന്ത്? എല്ലാവർക്കും എന്തുകൊണ്ട് ഹരിശ്ചന്ദ്രനെ പോലെ സത്യസന്ധമായിക്കൂടാ? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥമേത്? തുളസീദാസ രാമായണം. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1920. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 61. 1934 ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമുദി എന്ന 16 വയസ്സുകാരി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എവിടെ വെച്ചാണ്? വടകര. ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏത്? 1915.
ആൻഡ് ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു? സർവോദയ. ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഏത് വർഷമാണ്? 1888. 1888. ഗാന്ധിജിയെ നിയമപാഠത്തിനു വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഉപദേശിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു? മാവ് ജിദേവ് ജോഷിജി. ഗാന്ധിജി എത്ര വർഷം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? 3 വർഷം. ആരാണ് ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത്? ആക്സാൻ സുചി. മൗജി ദവിയെ ഗാന്ധി കുടുംബക്കാർ വിളിച്ചിരുന്ന പേര് എന്ത്? ജോഷിജി. ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത എന്തായിരുന്നു? തൻ്റെ അമ്മയുടെ വിയോഗം. ഗാന്ധിജി ജോഹന്നാസ് ബർഗിൽ സ്ഥാപിച്ച ആശ്രമം? ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര്? ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏത് വർഷം? 1893. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്കു നിയമ സേവനം നൽകാനാണ് പോയത്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരായിരുന്നു? അബ്ദുള്ള സേഠ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത്? നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? 1 തവണ. ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് ഏത് വർഷം? 1934. ഗാന്ധിജി ക്രിസ്തുവിനെ ദർശിച്ച നോവലിസ്റ്റ് ആരായിരുന്നു? റൊമേൻ റോളൻഡ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആര്? ലിയോ ടോൾസ്റ്റോയ്. വല്ലഭായ് പട്ടേലിനെ ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു? സർദാർ. അധസ്ഥിത വിഭാഗങ്ങളെ ഗാന്ധിജി വിളിച്ചിരുന്ന പേര് എന്ത്? ഹരിജൻ. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷം? 1933. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര തുടങ്ങിയത് എന്നായിരുന്നു? 1930 മാർച്ച് 12 രാവിലെ. ദണ്ഡിയാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്നാണ്? 1930 ഏപ്രിൽ 5. ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു പിതാവിൻ്റെ മരണം? 16 വയസ്സുള്ളപ്പോൾ. ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര്? രംഭ. ഗാന്ധിജി രാമനാമജപം തുടങ്ങിയതെങ്ങനെ? രംഭ എന്ന വളർത്തമ്മയുടെ ഉപദേശമനുസരിച്ച്. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം? സമ്മേളനം 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജിയുടെ അഗാധമായ രാമായണ ഭക്തിക്ക് അടിത്തറയിട്ട ആരുടെ രാമായണം വായനയാണ്? ബിലേശ്വരത്തെ ലാതാ മഹാരാജൻ എന്ന രാമഭക്തൻ്റെ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ഏത്? 1869 മുതൽ 1921. ഗാന്ധിജി 1915 സത്യാഗ്രഹ ശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? സബർമതി തീരത്ത്. ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ. ഗാന്ധിജിയുടെ ആത്മകഥാരചന തുടങ്ങിയ ഉടൻ തന്നെ അത് നിലയ്ക്കാൻ കാരണമായ സംഭവം ഏത്? ബോംബെയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം. ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ഏറെ ആഗ്രഹിച്ച അധ്യായം ഏതായിരുന്നു? ബാല്യവിവാഹം. വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്? 13 വയസ്സ്. ഗാന്ധിജിയുടെ പത്നിയുടെ പേര്? കസ്തൂർബ. ഇംഗ്ലണ്ടിലേക്ക് ഗാന്ധിജി പഠിക്കാൻ പോയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 18ാമത്തെ വയസ്സിൽ. കുട്ടികളുടെ കൈയക്ഷരം നന്നാക്കാനായി ഗാന്ധിജി പറയാറുള്ളത് എന്തായിരുന്നു? കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കും,
മുമ്പ് ചിത്രകല അഭ്യസിക്കണം. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര്? വിനോബ ഭാവെ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ചാണ്? യർവാദ ജയിലിൽ വെച്ച്. ഗാന്ധിജി തൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ച്? സൂറത്തിലെ ബർദോളയിൽ. ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെയാണ്? ഗുജറാത്തിൽ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസമേത്? 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യൻ തിരിച്ചെത്തിയ ജനുവരി 9-ൻ്റെ സ്മരണാർത്ഥം ആ ദിവസം എന്ത് ദിനമായിട്ടാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിനം. 1919 ഗാന്ധിജി തുടങ്ങിയ 2 പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? നവജീവൻ, യങ് ഇന്ത്യ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര്? KPR ഗോപാലൻ. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? മീരാബഹൻ, സരളാബെൻ. ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിൽ വെച്ചിട്ടാണ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു? 78. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏത്? ഇന്നും ആ അധ്യാപകനെ നന്ദിയോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയൂ. ഗാന്ധിജി ഏത് അധ്യാപകനെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മനോധൈര്യം കൈവിടാതെ സംസ്കൃത ക്ലാസ്സിൽ ചെന്നിരിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കൃഷ്ണ ശങ്കർ പാണ്ഡ്യൻ എന്ന അധ്യാപകനെക്കുറിച്ചാണ്. ഗാന്ധിജി നിരീശ്വരത്വത്തിൽ അല്പം ആഭിമുഖ്യം തോന്നാൻ ഇടയാക്കിയ ഗ്രന്ഥം ഏത്? മനുസ്മൃതി. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏത്? പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ഗാന്ധിജിയുടെ ആദ്യ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു? പ്രിട്ടോറിയ. ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചു? 11 തവണ. ഗാന്ധിജിയെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. സുഹൃത്തിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി മാംസഭക്ഷണം കഴിക്കാൻ തയ്യാറായ ഗാന്ധിജിയുടെ മനസ്സിലെ ചിന്ത എന്തായിരുന്നു? മാംസഭക്ഷണം നല്ലതാണെന്നും അത് തന്നെ കരുത്തനും ധീരനും ആക്കുമെന്നും ഇന്ത്യയിലെ എല്ലാവരും മാംസഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷുകാരെ തോൽപ്പിക്കാം എന്നുമായിരുന്നു അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭഗവത്ഗീത. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എന്നായിരുന്നു? 1908 ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി തൻ്റെ സത്യാഗ്രഹ സമരത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജിയെ കളിയാക്കി മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു? സരോജിനി നായിഡു. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് രചിച്ചത്? ഗുജറാത്തി. ഗാന്ധിജി എഴുതിയ ആദ്യ ലേഖനം ഇന്ത്യയിലെ സസ്യബുക്കുകൾ. വിശ്വശാന്തി ദിനം എന്നാണ്? ജനുവരി 30. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയതാര്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏതു വർഷമായിരുന്നു? 1937. 1946 ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഏതായിരുന്നു? വ്യക്തി സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ്. ആരുടേതായിരുന്നു അത്? ലാൽ ബഹദൂർ ശാസ്ത്രി. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംതെ. ഗാന്ധിജിയുടെ ഘാതകൻ ആര്? നാഥുറാം വിനായക ഗോഡ്സെ. ഗാന്ധിജി അന്തരിച്ച ദിവസം ഏത്? 1948 ജനുവരി 30. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ്? ഹേ റാം. ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? 2007 ജൂണിൽ.
ആത്മകഥയിൽ ഏതുവരെയാണ് ജീവിതത്തെ കാലഘട്ടമാണ് ഗാന്ധിജി വിവരിക്കുന്നത്. ബാല്യകാലം മുതൽ 1921 വരെയുള്ള ജീവിതകാലം. ഏകൽവ ദ്വീപിൽ നിന്ന് മടങ്ങിവരവിൽ പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മാർച്ചിനോട് ദണ്ഡിയാത്രയെ ഉപമിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി തൂലികയിലൂടെ അപൂർവ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നത് ആരുടെയായിരുന്നു? ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയെ ഏറ്റവും ആകർഷിച്ച ലിയോ ടോൾസ്റ്റോയുടെ പുസ്തകം ഏതായിരുന്നു? ദ കിങ് ഓഫ് ഗോഡ് വിത്തിൻ യു. ടോൾസ്റ്റോയിയായി ഫാം സ്ഥാപിക്കുവാൻ ഗാന്ധിജിയെ സഹായിച്ചത് ആരായിരുന്നു? കല്ലൻബാഗ്. ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു? ഗുരുദേവ്. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? 168 ദിവസം. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക കെട്ടിയത് എപ്പോൾ? ഗാന്ധിജി അന്തരിച്ചപ്പോൾ. നിസ്സഹകരണ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൊൽക്കത്ത സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഏക പ്രതിനിധി ആരായിരുന്നു? ഗാന്ധിജി. അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം ഏത്? മദർ ഇന്ത്യ. ഗാന്ധിജി തന്റെ സമരരീതിയിൽ അടിയുറപ്പിച്ച പ്രമാണം എന്ത്? അഹിംസ. ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ച്? സൂററ്റിലെ ബദറോളി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് എവിടെ? ആഗാഖാൻ കൊട്ടാരത്തിൽ. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം 1930. ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ദണ്ഡിക്കടപ്പുറം, ഗുജറാത്തിലെ സൂറത്ത് ജില്ലയിലെ കടലോര ഗ്രാമം. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയാത്ര കടപ്പുറത്തേക്ക് 241 മൈൽ ദൂരം നടന്നെത്താൻ ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ 78 അനുയായികളും എത്ര ദിവസമെടുത്തു? 24 ദിവസം. കൗസല്യ സുപ്രജ രാമ എന്ന വെങ്കടേശ്വര സുപ്രഭാതം, വൈഷ്ണവ ജനതോ എന്ന ഗാന്ധിജിയുടെ ഇഷ്ടഗാനം ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഹരി തും ഹരോ എന്ന ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ഭജൻ ഇവ പാടി അന്തരിപ്പിച്ച ഗായികയെ ഗാന്ധിജി ഏറെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്തു. ആർണവർ. MS സുബ്ബലക്ഷ്മി. സരോജിനി നായിഡു തനിക്ക് ലഭിച്ച ഇന്ത്യയുടെ രാപ്പാടി എന്ന ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ്? MS സുബ്ബലക്ഷ്മി. ഗാന്ധിജി പറഞ്ഞു, എന്റെ സ്വപ്നത്തിലുള്ള അത്തരം ഒരു പെൺകുട്ടി ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഞാൻ അവളുടെ വേലക്കാരനായിരിക്കും. ഏതായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നത്തിലെ പെൺകുട്ടി? ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി. കസ്തൂർബ ഗാന്ധി മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? 72ാമത്തെ വയസ്സിൽ. കസ്തൂർബ ഗാന്ധി മരിച്ചത് ഏത് വർഷം? 1944 ഫെബ്രുവരി 22. കസ്തൂർബ ഗാന്ധിയുടെ സമാധി എവിടെ സ്ഥിതി ചെയ്യുന്നു? പൂനെയിൽ. നിന്നെ ഞാൻ വെറുമൊരു മൺതരിയായി കണ്ടിട്ടില്ല. ഇത് ആരെപ്പറ്റി ആരോട് പറഞ്ഞതാണ്? എപ്പോഴാണ് പറഞ്ഞത്? 18/10/1938 ഗാന്ധിജി കസ്തൂർബയ്ക്കെഴുതിയ ഒരു കത്തിലെ വാചകമാണിത്. ഗാന്ധിജി വിധിക്കപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് നടത്തിയ അനുശോചന സന്ദേശം ആരംഭിക്കുന്ന വാക്യം ആ വിളക്ക് കെട്ടുപോയി. എത്ര സൈനികർ ചേർന്നാണ് ഗാന്ധിജിയുടെ ശവശരീരം സൈനിക വാഹനം വഹിച്ചു കൊണ്ടുപോയത്? 200. ഗാന്ധിജിയുടെ ശവസംസ്കാര ഘോഷയാത്രയിൽ ഏകദേശം എത്ര ജനങ്ങൾ പങ്കെടുത്തു? 15 ലക്ഷം. മോസ്കോയിൽ ലൈനിന്റെ ശവശരീരം സൂക്ഷിക്കുന്നതുപോലെ ഗാന്ധിജിയുടെ ശവശരീരവും സൂക്ഷിച്ചു വെക്കണം എന്ന അതിയായ ആഗ്രഹം പിടിച്ചത് ആര്? മൗണ്ട് ബാറ്റൻ പ്രഭു. ജനുവരി 30 എങ്ങനെയൊക്കെയാണ് ആചരിക്കുന്നത്? രക്തസാക്ഷി ദിനമായും കുഷ്ഠരോഗ വിരുദ്ധ ദിനമായും. ഗാന്ധിജിയുടെ മനോരാജ്യം രാമരാജ്യം. ഗാന്ധിജിയെ കണ്ടപ്പോൾ സോക്രട്ടീസിനെ കണ്ടു എന്ന് പ്രതികരിച്ചത് ആരാണ്? പ്രിവാറ്റ്. ഗാന്ധിജിയെ സോക്രട്ടീസിനോട് സാമ്യപ്പെടുത്തിയ ഗാന്ധിജിയുടെ സന്തസഹാരി ആര്? ജവഹർലാൽ നെഹ്റു. വിരൂപമെങ്കിലും പ്രിയജനകം ഗാന്ധിജിയുടെ രൂപത്തെ ആരാണ് ഇങ്ങനെ വർണ്ണിച്ചത്? റോമൻ റോളണ്ട്, നോവലിസ്റ്റ്. ഗാന്ധിജിയിൽ ക്രിസ്തുവിനെ ദർശിച്ച നോവലിസ്റ്റ് ആര്? റോമൻ റോളണ്ട്. യൂറോപ്പിലെ ഏറ്റവും വിവേകശാലിയായ മനുഷ്യൻ രാജഗോപാലാചാരിക്ക് എഴുതിയ കത്തിൽ ആരെ പറ്റിയാണ് ഗാന്ധിജി സൂചിപ്പിച്ചത്? റോമൻ റോളണ്ട്. താങ്കളെ ബാഹ്യരൂപത്തിൽ കാണണമെന്ന് ആഗ്രഹം കൂടി വരുന്നു. നേരിൽ കാണാൻ കൊതിച്ചുകൊണ്ട് 17/2/1928 ഗാന്ധിജി ആർക്കാണ് ഇങ്ങനെ കത്തെഴുതിയത്? റോമൻ റോളണ്ട്.
ഗാന്ധിജിയുടെ ഒപ്പം താമസിച്ച ഗാന്ധിജിയെ പഠിച്ച ഭാരത് പ്രേമിയായ വിദേശി ആര്? ദീൻബന്ധു CF ആൻഡ്രൂസ്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്യാരലാൽ. ഇതാ ഒടുവിൽ ഒരു കൊച്ചു മനുഷ്യൻ എത്തുകയായി. 1931 ഡിസംബർ 6 ഗാന്ധിജി തന്നെ സന്ദർശിച്ചതിനെ പറ്റി ആരുടെ കുറിപ്പുകളാണ് ഇത്? റോമൻ റോളൻ. ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രസിദ്ധീകരണ വിഭാഗം ജവഹർലാൽ നെഹ്റുവിന്റെ മുഖവുരയോടെ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം റോമൻ റോളൻഡും ഗാന്ധിയും തമ്മിലുള്ള കത്തിടപ്പാട്. സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ ആതുര ശുശ്രൂഷ ആരായിരുന്നു? സുശീല നായർ. ദൂഷിയായി ഗാന്ധിജി കണക്കാക്കിയ എന്ത്? ക്രോധം. അവസാനത്തെ തവണ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഗാന്ധിജി എത്ര വയസ്സായിരുന്നു? 75. ഗാന്ധിജി പാൽ കുടിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. രോഗബാധിതനായി ക്ഷീണിച്ചപ്പോൾ ഗാന്ധിജിയെ കസ്തൂർബ പാൽ കുടിക്കാൻ സമ്മതിപ്പിച്ചത് എന്തു ന്യായം ബോധ്യപ്പെടുത്തുന്നതാണ്? പ്രതിജ്ഞ ചെയ്ത പശുവിൻ്റെയും എരുമയുടെയും പാലിൻ്റെ കാര്യം ശ്രദ്ധ വിഷയമാക്കി ആണല്ലോ എന്ന ന്യായം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഗാന്ധിജി അവസാനത്തെ തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വെച്ചായിരുന്നു? പൂനെയിൽ. ഗാന്ധിജി അവസാനത്തെ തവണ തടങ്കലിൽ നിന്ന് നിരുപാധികം വിട്ടയച്ചത് എന്നാണ്? 1944 മെയ് 6. ഗാന്ധിജിയുടെ ബഹുമാനാർത്ഥം അഭിഭാഷക വൃത്തി ബഹിഷ്കരിച്ചത് ആരെല്ലാം? മോത്തിലാൽ നെഹ്റു, CR ദാസ്. ഗാന്ധിജിയുടെ പുത്രന്മാർ ആരെല്ലാം? ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ദാമ്പത്യ ജീവിതത്തിൽ ഗാന്ധിജിക്ക് ഒരേ ഒരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? കസ്തൂർബയ്ക്ക് മതിയായ വിദ്യാഭ്യാസം ലഭിച്ചില്ലല്ലോ എന്ന കാര്യത്തിൽ. ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിൽ കഴിയുമ്പോഴും 74-ാമത്തെ വയസ്സിൽ ഗാന്ധിജി ചെയ്ത എന്തായിരുന്നു? കസ്തൂർബയെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവും മറ്റു വിഷയങ്ങളും പഠിപ്പിക്കൽ. ഗാന്ധിജി തൻ്റെ ആത്മീയ പ്രമാണ ഗ്രന്ഥം ആയി സ്വീകരിച്ചത് ഏത് പുസ്തകമായിരുന്നു? ഭഗവത്ഗീത. നിങ്ങൾ ഡോക്ടർക്ക് പകരം ഒരു വക്കീൽ ആകേണ്ടതായിരുന്നു. ഗാന്ധിജി ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഡോക്ടർ ബിസി റോയ്. ഗാന്ധിജി സ്വന്തം പരിശീലിച്ച ചികിത്സാരീതി എന്തായിരുന്നു? ജലചികിത്സ. എൻ്റെ വലതു കൈ പോർബന്തറിന് സമർപ്പിച്ചുപോയി. ഇതാരുടെ വാക്കുകളാണ്? ഉത്തംചന്ദ് ഗാന്ധി, ഗാന്ധിജിയുടെ മുത്തച്ഛൻ. പോർബന്തർ വിട്ട് ജുനഗാബാദിൽ അഭയം തേടിയപ്പോൾ അവിടുത്തെ നവാബിനെ ഇടത്തു കൈകൊണ്ട് അഭിവാദനം ചെയ്ത നടപടി ആനന്ദരവ് ആയിപ്പോയില്ലേ എന്ന ചോദ്യത്തിന് ഉത്തംചന്ദ് ഗാന്ധി നൽകിയ മറുപടിയാണിത്. ഗാന്ധിജിയുടെ കുടുംബദിഷ്ടാവ് ബേച്ചർജി സ്വാമി, ജൈന സന്യാസി. മതമോ മാംസമോ പരിസ്ഥിതിയോ തൊടല്ലെന്ന പ്രതിജ്ഞാവാചകം ഗാന്ധിജിക്ക് ചൊല്ലിക്കൊടുത്തതാര്? എന്തിനു വേണ്ടി? ബേച്ചർജി സ്വാമി. ഇംഗ്ലണ്ടിലേക്ക് ഗാന്ധിജി പഠിക്കാൻ പോകുന്നതിൽ അമ്മയുടെ സമ്മതം ലഭിക്കുവാൻ വേണ്ടി. നിങ്ങൾ ഒരു ആൺ തേനീച്ചയാണ്. ലജ്ജാഭാവത്തെപ്പറ്റി ആരാണ് ഗാന്ധിജിയോട് ഇങ്ങനെ പ്രതികരിച്ചത്? ഡോക്ടർ ഓൾഡ്ഫീൽഡ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത് ആരെല്ലാം? സരോജിനി നായിഡു, മഹാദേവ ദേവദേശയായി, മീരാബെഹൻ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. Please do like, subscribe and share my YouTube channel Smart Study with Tasween. Thank you.